Hi all, my name is Alfina Abu, student of St. Peter's Training College, option Mathematics. എൻ്റെ ടോപ്പിക്ക് ക്ലാസ് റൂം ക്ലൈമറ്റ് ആണ്. ക്ലാസ് റൂം ക്ലൈമറ്റ് ഇസ് ദ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ്, ദി സോഷ്യൽ ക്ലൈമറ്റ്, ദി ഇമോഷണൽ ആൻഡ് ദി ഫിസിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദി ക്ലാസ് റൂം. Class room climate is defined as the intellectual, social, emotional and physical environments in which our students learn. ക്ലാസ് റൂം ക്ലൈമറ്റ് എന്ന് പറയുന്നത് ക്ലാസ് റൂം എൻവയോൺമെൻറ്റിനെയാണ്. ക്ലാസ് റൂമിൻ്റെ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ആസ്പെക്ട്സ്, സോഷ്യൽ ക്ലൈമറ്റ് ഇതൊക്കെ അതിൽ പെടും. ക്ലാസ് റൂം ക്ലൈമറ്റിന് 4 ആസ്പെക്ട്സ് ഉണ്ട്: ഇൻ്റലക്ച്വൽ, സോഷ്യൽ, ഇമോഷണൽ, ഫിസിക്കൽ. ഇൻ്റലക്ച്വൽ ആസ്പെക്ട്സിൽ പഠിക്കാനുള്ള കോഴ്സ് കോണ്ടൻറ്റ്, ക്ലാസ് ഡിസ്കഷൻ ടോപ്പിക്സ്, ലെവൽസ് ഓഫ് സ്കിൽസ് ആൻഡ് നോളജ് ഓഫ് സ്റ്റുഡൻസ് ഇതൊക്കെയാണ് വരുന്നത്. സോഷ്യൽ ആസ്പെക്ട്സിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, പിന്നെ സോഷ്യൽ അറ്റ്മോസ്ഫിയർ ഓഫ് ദി ക്ലാസ് ഇതൊക്കെയാണ് സോഷ്യൽ ആസ്പെക്ട്സിൽ വരുന്നത്. ഇമോഷണൽ ആസ്പെക്ട്സിൽ എപ്പോഴും ഒരു ക്ലാസ്സിൻ്റെ ഇമോഷൻ എന്ന് പറയുന്നത് ഡിസ്കംഫർട്ട് ടു കംഫർട്ട് ആകുന്ന രീതിയിലായിരിക്കണം. അതായത് ആങ്കർ ടു ജോയ്, ഫിയർ ടു എംപവർമെൻറ്റ്, കൺഫ്യൂഷൻ ടു എക്സൈറ്റ്മെൻറ്റ് ഇതുപോലെയൊക്കെ. ഇനി ഫിസിക്കൽ ആസ്പെക്ട്സിൽ ക്ലാസ് റൂം ടൈപ്പ്, അതിൻ്റെ ലേഔട്ട്, മീഡിയം ഇത് മൂന്നുമാണ് ഫിസിക്കൽ ആസ്പെക്ട്സിൽ വരുന്നത്. ക്ലാസ് റൂം ടൈപ്പ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് സ്മോൾ ക്ലാസ് റൂം, ഓഡിറ്റോറിയം, ലബോറട്ടറി ഇതൊക്കെയാണ്. അതിൻ്റെ ലേഔട്ട് വരുന്നത് ഇപ്പോൾ സ്റ്റുഡൻസ് എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇപ്പോൾ ബോർഡിലേക്ക് ഫേസ് ചെയ്താണോ, അല്ലെങ്കിൽ സ്മോൾ ഗ്രൂപ്പ്സ് ആയിട്ടാണോ, അല്ലെങ്കിൽ സർക്കിളായിട്ടാണോ, ഇതൊക്കെയാണ് ലേഔട്ടിൽ വരുന്നത്. മീഡിയം ഫേസ് ടു ഫേസ് ആണോ, ഓൺലൈൻ ആണോ, അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ക്ലാസ് റൂം ക്ലൈമറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ഇൻ്റലക്ച്വൽ, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ്സിനെയാണ് ക്ലാസ് റൂം ക്ലൈമറ്റ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. The students' behavior affects peer interaction. The responsibility of influencing these behaviors is placed with the instructor. Students' behavior peer interaction affect ചെയ്യും. ഈ ബിഹേവിയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് ഉള്ള റെസ്പോൺസിബിലിറ്റി അധ്യാപകൻ്റേതാണ്. ദി വേ ദി ഇൻസ്ട്രക്ടർ ഓർഗനൈസസ് ദി ക്ലാസ് റൂം ഷുഡ് ലീഡ് ടു എ പോസിറ്റീവ് എൻവയോൺമെൻറ്റ് റാദർ ദാൻ എ ഡിസ്ട്രക്റ്റീവ് ആൻഡ് or an environment that is not conducive to learning. ഒരു ഇൻസ്ട്രക്ടർ ക്ലാസ് റൂം ഓർഗനൈസ് ചെയ്യേണ്ടത് ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റിലേക്ക് ലീഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. പഠനത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിലോ ഡിസ്ട്രക്റ്റീവായിട്ടോ ഒരു ക്ലാസ് റൂം ഓർഗനൈസ് ചെയ്യരുത്. ഇനി പർപ്പസ് ഓഫ് എ പോസിറ്റീവ് ക്ലാസ് റൂം ക്ലൈമറ്റ്. ഒരു ടീച്ചർ അവരുടെ സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യാനാണ് പഠിക്കേണ്ടത്, അല്ലാതെ അകറ്റാനല്ല. ടീച്ചേഴ്സ് ഷുഡ് ലേൺ ടു ഗൈഡ് ദെയർ സ്റ്റുഡൻസ്, നോട്ട് ടു ഏലിയനേറ്റ് ദെം. ദി സേഫ്റ്റി ഓഫ് ദി സ്റ്റുഡൻസ് വെൽബീയിങ് ഇസ് പാരമൗണ്ട് ഇൻ ദെയർ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ ടൈസ് വിത്ത് പിയേഴ്സ് ആൻഡ് ദെയർ ഇൻസ്ട്രക്ടർ. സഹപാഠികളും സ്റ്റുഡൻസും ഇൻസ്ട്രക്ടറും തമ്മിലുള്ള സാമൂഹിക ബന്ധം ഡെവലപ്പ് ചെയ്യുന്നതിൽ സ്റ്റുഡൻസിൻ്റെ വെൽബീയിങ്, സേഫ്റ്റി പ്രധാനമാണ്. ആസ് എഡ്യൂക്കേഷൻ ബിക്കംസ് മോർ ഇൻക്ലൂസീവ്, സ്റ്റുഡൻസിനെ ഗ്രൂപ്പായിട്ട് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം ആൻഡ് സ്റ്റുഡൻസിനെ ഏത് രീതിയിൽ അറേഞ്ച് ചെയ്താലാണ് ഒരു ഫേവറബിൾ എൻവയോൺമെൻറ്റിലേക്ക് അത് ലീഡ് ചെയ്യുന്നത് എന്ന് ടീച്ചേഴ്സ് കൂടുതലും അവെയർ ആയിരിക്കണം. ക്ലാസ് റൂം വെൽ ഓർഗനൈസ്ഡ് ക്ലാസ് റൂംസ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് to classroom functions as it leads to more dialogue and formative assessment. classroom functionsന്റെ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് വെൽ ഓർഗനൈസ്ഡ് ക്ലാസ് റൂംസ് എന്ന് പറയുന്നത്. ഇത് കൂടുതൽ ഡയലോഗ്സിനും ഫോർമേറ്റീവ് അസസ്മെൻറ്റിനും കാരണമാവും. Students with a special education needs tend to feel more excluded from the other students in the classroom. These students include those with behavioral problems and those with learning difficulties. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആവശ്യമായിട്ടുള്ള കുട്ടികൾ മറ്റു കുട്ടികളിൽ നിന്നും കുറച്ച് എക്സ്ക്ലൂഡഡ് ആയിട്ട് തോന്നപ്പെടുന്നു, ഒഴിവാക്കുന്നതായിട്ട് തോന്നപ്പെടുന്നു. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആവശ്യമായിട്ടുള്ള കുട്ടികളിൽ
ബിഹേവിയറൽ പ്രോബ്ലംസ് ഉള്ളവരും ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ളവരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. Students who do not have disadvantages are more inclined to participate as they feel more like they belong and have a higher belief in their academic abilities. ഡിസഡ്വാൻറ്റേജസ് ഒന്നും ഇല്ലാത്ത കുട്ടികളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കൂടുതലും ചായ്വുള്ളവർ. അവർക്ക് ഇത് അവരുടേതാണ്, അല്ലെങ്കിൽ അവരുടെ അക്കാദമിക് എബിലിറ്റീസിൽ ഒരു ഹയർ ബിലീഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കൂടുതലും ചായ്വുള്ളവർ എന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ഒന്നും ഇല്ലാത്ത സ്റ്റുഡൻസ് ആണ്. Education becomes less of a chore and more enjoyable when students grow as a group, which can lead to the reduction of students acting out destructively. ഡിസ്ട്രക്റ്റീവായിട്ട് കുട്ടികൾ പ്രവർത്തിക്കുന്ന രീതിയിൽ റെഡ്യൂസ് ചെയ്തുകൊണ്ട് കുട്ടികൾ പ്രവർത്തിക്കുന്നത് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്രൂപ്പായിട്ട് കുട്ടികൾ വളരുമ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ജോലിയായിട്ട് തോന്നാതെ അത് കൂടുതൽ എൻജോയബിൾ ആയിട്ട് തോന്നും. In order to affect students, a teacher needs to monitor and modify the influence students have on one another. കുട്ടികളിൽ പരസ്പരമുള്ള ഇൻഫ്ലുവൻസ് ടീച്ചർ മോണിറ്റർ ചെയ്യുകയും മോഡിഫൈ ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. Teachers are able to help students feel included by assigning groups and rearranging the seating chart so less cliques are formed in the classroom. Cliques എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാങ്ങിസം, അതായത് ഇപ്പോൾ ഒരു ഗ്യാങ്ങായിട്ട് ക്ലാസ് റൂംസിലൊക്കെ ഗ്യാങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഗ്യാങ്ങായിട്ട് നിൽക്കുമ്പോൾ വേറൊരു കുട്ടിയെ പുറത്തുനിന്ന് അഡാപ്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു ടൈപ്പിലുള്ള ഒരു ഗ്യാങ്ങിസം. അങ്ങനത്തെ ഗ്യാങ്ങിസം വരാതെ ടീച്ചേഴ്സ് ഗ്രൂപ്പ് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോഴും പിന്നെ സീറ്റിംഗ് റീഅറേഞ്ച് ചെയ്യുന്നതിലൂടെയും ഇങ്ങനത്തെ രീതിയിലുള്ള ക്ലിക്സ് ക്ലാസ് റൂമിൽ രൂപപ്പെടാതെ ഇരിക്കും. Combating bad behavior is a teacher's duty. Teachers, they need to not only take into consideration how the classroom is arranged but also observe students' background, family life, grade and all other complex issues surrounding life. ടീച്ചർ എങ്ങനെ ഒരു ക്ലാസ് റൂം അറേഞ്ച് ചെയ്യണം എന്നുള്ളത് മാത്രമല്ല കൺസിഡർ ചെയ്യേണ്ടത്, മറിച്ച് കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ലൈഫ്, ഗ്രേഡ് ആൻഡ് അവരെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കോംപ്ലക്സ് ഇഷ്യൂസും ടീച്ചേഴ്സ് ഒബ്സർവ് ചെയ്തിരിക്കണം. ഇനി ഫാക്ടേഴ്സ് ആണ് വരുന്നത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്ലാസ് റൂം എൻവയോൺമെൻറ്റ്, ക്ലാസ് റൂം ക്ലൈമറ്റ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്ലാസ് റൂം ക്ലൈമറ്റിൽ 5 ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. സ്റ്റീരിയോടൈപ്സ്, ടോൺ, സ്റ്റുഡൻറ്റ് ഇൻറ്ററാക്ഷൻ, ഫാക്കൾട്ടി സ്റ്റുഡൻറ്റ് ഇൻറ്ററാക്ഷൻ, കോണ്ടൻറ്റ്. Stereotypes cause alienation and marginalization among those who are the target of unfair generalizations. In fact, just the threat of stereotypes, what Steele and Aronson talked, stereotype threat can impact learning negatively. Students who have experienced stereotypes or expect to be viewed or judged in a certain way may encounter tensions and cognitive disturbances that interfere with the learning. സ്റ്റീരിയോടൈപ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള എല്ലാ ആൾക്കാരെയും കുറിച്ച് ആളുകളുടെ ഇടയിൽ പലപ്പോഴും അൺഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺട്രൂ ആയിട്ടുള്ള വിശ്വാസങ്ങൾ ഉണ്ടാവും. അതിനെയാണ് സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അൺഫെയർ ജനറലൈസേഷൻ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആൾക്കാരിൽ ഈ സ്റ്റീരിയോടൈപ്സ് ഏലിയനേഷനും മാർജിനലൈസേഷനും ഇടയാക്കും. ഇൻഫാക്ട്
സ്റ്റീൽ ആൻഡ് അറൻസൺ പറഞ്ഞിരിക്കുന്നത് സ്റ്റീരിയോടൈപ്പ് ത്രെട്ട് എന്ന് പറയുന്നത് പഠനത്തെ പ്രതികൂലമായി ബാധിക്കും എന്നാണ്. സ്റ്റീരിയോടൈപ്പ് എക്സ്പീരിയൻസ് ചെയ്ത കുട്ടികളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ തന്നെ ജഡ്ജ് ചെയ്യുകയോ അല്ലെങ്കിൽ കാണുകയോ ചെയ്യുമെന്ന ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ള കുട്ടികളിൽ പഠനത്തെ തടസ്സപ്പെടുത്തുന്ന കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസസും ടെൻഷൻസും ഒക്കെ നേരിടേണ്ടി വരും. അപ്പോൾ സ്റ്റീരിയോടൈപ്പാണ് ഒരു ഫാക്ടർ. ക്ലാസ് റൂം ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ സ്റ്റീരിയോടൈപ്പാണ്. നെക്സ്റ്റ്, ടോൺ ഓഫ് a class environment is influenced strongly by the instructor. Studies show that students approach faculty who express encouragement more so than faculty who come off as punitive. Tone can be set by instructors through their interactions with the students and through other modes of communication including syllabus. ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത് നമുക്കും അറിയാം സ്റ്റുഡൻസിൻ്റെ അപ്രോച്ച് എപ്പോഴും അവരെ എൻകറേജ് ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ അടുത്തായിരിക്കും സ്റ്റുഡൻസിന് കൂടുതലും അപ്രോച്ച് ഉണ്ടാവുക. അല്ലാതെ അവരെ പണിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള ടീച്ചേഴ്സിനോട് കുട്ടികൾ ഒട്ടും അപ്രോച്ചബിൾ അല്ലായിരിക്കും. അപ്പോൾ ടീച്ചേഴ്സിന് സ്റ്റുഡൻസിനോടുള്ള ഇൻട്രാക്ഷൻ വഴിയോ അല്ലെങ്കിൽ സിലബസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വഴിയൊക്കെ ഈ ടോൺ സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടോണാണ് സെക്കൻഡ് ഫാക്ടർ. അടുത്തത് സ്റ്റുഡൻറ്റ് ഇൻറ്ററാക്ഷൻ. Student interactions during and outside of class affect the overall climate. However, the ways in which instructors and those in authority deal with negative interactions has more of an impact on student learning. During and outside the classലെ student interaction overall climate-നെ affect ചെയ്യുന്നു. ഇൻസ്ട്രക്ടേഴ്സും അതോറിറ്റിയൊക്കെ നെഗറ്റീവ് ഇൻറ്ററാക്ഷൻസിനെ ഡീല് ചെയ്യുന്ന രീതി സ്റ്റുഡൻസ് ലേണിങ്ങിനെ ബാധിക്കും. അപ്പോൾ അടുത്ത ഫാക്ടർ faculty student interaction ആണ്. Faculty student interactions also play a role. Students who felt that their instructor was approachable, had concern for minority student issues and treated students as individuals and with respect reported a better course climate. ഒരു ബെറ്റർ കോഴ്സ് ക്ലൈമറ്റ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കുട്ടികൾക്ക് അവരുടെ ഇൻസ്ട്രക്ടറിനെ അപ്രോച്ചബിൾ ആണ് എന്ന് തോന്നുമ്പോൾ ആൻഡ് അവരുടെ മൈനോറിറ്റി സ്റ്റുഡൻറ്റ് ഇഷ്യൂസൊക്കെ കൺസേൺ ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് ഫീൽ ചെയ്യുമ്പോൾ ആണ് ഒരു കോഴ്സ് ബെറ്റർ ക്ലൈമറ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഫാക്കൾട്ടി സ്റ്റുഡൻറ്റ് ഇൻറ്ററാക്ഷൻ ഒരു ഫാക്ടറാണ്. അടുത്തത് കോണ്ടന്റ് ഇൻക്ലൂഡ്സ് ദി കോഴ്സ് മെറ്റീരിയൽസ്, എക്സാമ്പിൾസ് ആൻഡ് മെറ്റഫോഴ്സ്, കേസ് സ്റ്റഡീസ് ആൻഡ് പ്രൊജക്ട് അസൈൻമെൻറ്റ്സ് യൂസ്ഡ് ടു ഇല്ലസ്ട്രേറ്റ് ദി ഐഡിയാസ് ബീയിങ് ടോട്ട്. നമ്മൾ പഠിപ്പിക്കുന്ന ഐഡിയാസ് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊജക്ട് അസൈൻമെൻറ്റ്സ്, കേസ് സ്റ്റഡീസ്, എക്സാമ്പിൾസ് ആൻഡ് മെറ്റഫേഴ്സ്, കോഴ്സ് മെറ്റീരിയൽസ് ഒക്കെ കോണ്ടന്റിൽ ഇൻക്ലൂഡഡ് ആണ്. കോണ്ടന്റ് ദാറ്റ് ഇൻക്ലൂഡ്സ് എ വെറൈറ്റി ഓഫ് പെർസ്പെക്റ്റീവ്സ് ഓർ ഈസ് representative of multiple views is more conducive to a positive climate. വെറൈറ്റി ഓഫ് പേഴ്സ്പെക്റ്റീവ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വ്യൂസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഒക്കെ ഉള്ള കോണ്ടന്റിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ അതൊരു പോസിറ്റീവ് ക്ലൈമറ്റിന് കൂടുതൽ അനുയോജ്യമാണ്. അടുത്തത് മാനേജിങ് ക്ലാസ് റൂം ക്ലൈമറ്റ് ആണ്. വി ക്യാൻ മെയിൻറ്റെയിൻ ദി പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ഓഫ് ദി ക്ലാസ് റൂം ബൈ, നമുക്ക് ക്ലാസ് റൂമിൻ്റെ പോസിറ്റീവ് എൻവയോൺമെൻറ്റ് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാമെന്നാണ് പറയുന്നത്.
ഇൻകോർപ്പറേറ്റിംഗ് ഡൈവേഴ്സിറ്റി ഇൻ ടു യുവർ കോഴ്സ് ആൻഡ് യൂസ് ഇൻക്ലൂസീവ് ടീച്ചിങ് പ്രാക്ടീസസ്. ഇൻക്ലൂസീവ് ടീച്ചിങ് പ്രാക്ടീസസ് യൂസ് ചെയ്തുകൊണ്ട് ആൻഡ് നമ്മുടെ കോഴ്സിൽ ഡൈവേഴ്സിറ്റി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പോസിറ്റീവ് എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ കുട്ടികൾക്ക് കുട്ടികൾക്ക് പരസ്പരം മനസ്സിലാക്കാനായിട്ട് ഐസ് ബ്രേക്കേഴ്സും കൊളാബറേറ്റീവ് ലേണിംഗ് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ സിലബസിൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക. ഇൻസിവിലിറ്റീസ് ഒക്കെ ഉടനടി അഡ്രസ്സ് ചെയ്യുക. ഗ്രൗണ്ട് റൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ക്ലാസ് റൂം ക്ലൈമറ്റ് പീരിയോഡിക്കലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ സ്റ്റുഡൻസിനെ കണക്ട് ചെയ്യാൻ എഫേർട്ട് എടുക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് ക്ലാസ് റൂമിൻ്റെ പോസിറ്റീവ് എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ടോപ്പിക്ക്. താങ്ക് യു.